NHS ട്രസ്റ്റുകൾ നടപ്പിലാക്കുന്ന റിക്രൂട്ട്മെന്റ് ഫ്രീസിംഗ് രോഗികളെ അപകടത്തിലാക്കുന്നു. NHS സ്കാനിംഗ്, ക്യാൻസർ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫ്രീസിംഗ് മൂലമാണ് ഈ അപകടം ഉടലെടുക്കുന്നത് എന്നാണ് റോയൽ കോളേജ് ഓഫ് റേഡിയോളജിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നത്. NHS ട്രസ്റ്റുകൾ പണം ലാഭിക്കാനായിട്ടാണ് ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ആളുകളെ നിയോഗിക്കാത്തത് എന്നാണ് കോളേജ് പറയുന്നത്. എന്നാൽ ഇത് വെയിറ്റിംഗ് സമയം വെട്ടിക്കുറയ്ക്കാനും ക്യാൻസർ നേരത്തെ തിരിച്ചറിയുന്നതിനും തടസ്സം സൃഷ്ടിക്കുകയാണ്. നാഷണൽ NHS ബോർഡിംഗ് ഏർപ്പെടുത്തിയ ഫ്രീസിംഗ് പുതിയ ട്രെയിനികളെയും കൺസൾട്ടന്റുമാരെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെയും നിയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കുകയാണെന്ന് RCR പറഞ്ഞു. NHS വെയിറ്റിംഗ് ലിസ്റ്റ് വെട്ടിക്കുറയ്ക്കാനും MRI, കോളനോസ്കോപ്പി, ബോൺ സ്കാനുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുവാനും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഈ ആഴ്ച പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ജീവനക്കാരുടെ സെൻസസിന്റെ പ്രാഥമിക ഡാറ്റ പ്രകാരം ഇംഗ്ലണ്ടിലെ 20% NHS ട്രസ്റ്റുകൾ റിക്രൂട്ട്മെന്റ് ഫ്രീസിംഗ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. തങ്ങളുടെ NHS ട്രസ്റ്റിൽ കൺസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ഫ്രീസിംഗ് നിലനിൽക്കുന്നതായി 24% ക്യാൻസർ സെന്റർ ഹെഡ്മാർ പറയുന്നു. 19% റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ ഡയറക്ടർമാരും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ ശോഷണം നേരിടുന്നതായി RCR വ്യക്തമാക്കി. 1962 കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റുകാരുടെയും 185 ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റുകളുടെയും ആവശ്യം ഇപ്പോൾ തന്നെയുണ്ട് എന്നാണ് കണക്ക്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.